നമസ്കാരം കൂട്ടുകാരെ, ഇന്നലെ നമ്മൾ മാത്സിന്റെ ഫസ്റ്റ് ടോപ്പിക്കായ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ അതേ ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്പർ സിസ്റ്റംസ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ഇൻഡോ അറേബ്യൻ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആയിരിക്കും, അല്ലെങ്കിൽ 10 ഡിജിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ 10 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്? 0, 1, 2, 3 എക്സെട്ര 9. ഈ 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ആണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഒരു ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. അതായത് 3, 2, 2, 2 എന്നുള്ള ഓർഡറിലായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. നോക്കിക്ക് എങ്ങനെയാന്ന്. നമ്മളൊരു നമ്പർ എഴുതുക. ഏതാ നമ്പർ? 12,345. 12,345 എന്നൊരു നമ്പർ എഴുതുവാണെങ്കിൽ ഇതിൽ നമ്മൾ ഈ ഡിജിറ്റ്സിനെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്ത് എഴുതും. അതായത് ആദ്യത്തെ 3 ഡിജിറ്റ് ഒരു ഗ്രൂപ്പ്, അടുത്ത 2 ഡിജിറ്റ് നെക്സ്റ്റ് ഗ്രൂപ്പ്. ഇവിടെ നോക്കിക്കേ, ഇത് എത്രയാ? 12,34,567. ഈ നമ്പേഴ്സിന്റെ ഡിജിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. ഇത് കണ്ടില്ലേ? ഫസ്റ്റ് 3 ഡിജിറ്റ്സിന് ഒരു ഗ്രൂപ്പ്, അടുത്ത 2 ഒരു നെക്സ്റ്റ് ഗ്രൂപ്പ്, അടുത്ത 2 നെക്സ്റ്റ് ഗ്രൂപ്പ്, അങ്ങനെ പോകും. ഇതും വേറൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇൻഡോ അറേബ്യൻ നമ്പർ സിസ്റ്റം ആണ്. ഇത് ഇൻഡോ അറേബ്യൻ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇന്ത്യയും അറേബ്യയും കൂടെ കൂടിയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം. അതായത് അറേബ്യൻ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ 1 to 9 വരെ. പക്ഷേ ഈ 0 എന്നുള്ള നമ്പർ കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരുമിച്ച് ഇൻഡോ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചത് ഇൻഡോ അറേബ്യൻ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ഇതാണ് അറേബ്യൻ നമ്പർ സിസ്റ്റം. ഇതും ബേസ്ഡ് ഓൺ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡോ അറേബ്യൻ നമ്പർ സിസ്റ്റവും തമ്മിലുള്ള ആകെ ഡിഫറൻസ് എന്താ? ഇതും ബേസ്ഡ് ഓൺ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡോട്ടാണ് 0യുടെ സ്ഥാനത്ത് വരുന്നത്. പിന്നെ 1 മുതൽ 9 വരെ അതേപോലെ തന്നെ 9 ഡിജിറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് മാത്രമാണ് അറേബ്യൻ നമ്പർ സിസ്റ്റവും ഡെസിമൽ നമ്പർ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആയിരിക്കും. അതായത് ബേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിജിറ്റ്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ ബേസ് 10 ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ബേസ് 10 എന്ന് പറയുന്നത് അതിൽ 10 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ബേസ് 2 ആയതുകൊണ്ട് 2 ഡിജിറ്റ്സ് മാത്രം. ഇത് സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഇതിൻ്റെ അകത്ത് നോക്കിയേ, 0 അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയ 0 to 9 വരെ അല്ലെങ്കിൽ 0 to 9 വരെ യൂസ് ചെയ്തുണ്ടാക്കുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 0യെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0, 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1, 2 ആണെങ്കിലോ 1 0, 3 ആണെങ്കിൽ 1 1, 4 1 0 0. അങ്ങനെ നമുക്ക് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ എല്ലാ നമ്പേഴ്സിനെയും ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ നോക്കി 6നെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 6ൽ 2 എന്ന് പറയുന്ന ഡിജിറ്റ്, അതായത് 2 എത്ര പ്രാവശ്യം 2 ഉണ്ടെന്ന് നോക്കണം. 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. ഇനി ഈ 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 കോഷ്യൻ്റ് കിട്ടും. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റിമൈൻഡർ 0. ഈ 0 എന്നുള്ള റിമൈൻഡർ ഇവിടെ എടുത്തെഴുതി. ഇനി വീണ്ടും ഈ 3ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കണം. എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം. പക്ഷേ 2 × 1 ചെയ്താൽ 2 അല്ലേ ആവുള്ളൂ. 3 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോഷ്യൻ്റ് 1 ആണെങ്കിൽ റിമൈൻഡർ എത്ര വരും? 1. ഇനി നമുക്കിനി മുമ്പോട്ടൊന്നും പോകാനില്ല, 1ൽ 2 ഇല്ലല്ലോ. അപ്പം 1 1 0. ഈ 1 1 0 എന്നുള്ള നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഓർഡറിൽ വേണം എഴുതാൻ. അതായത് 6നെ, അതായത് 6ൻ്റെ ബേസ് 10 ആണ്. ഡെസിമൽ നമ്പറായ 6നെ നമ്മൾ 1 ഇത് കണ്ടോ, ഇവിടുന്ന് താഴ്ത്തുനിന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1 1 0 1 1 0 ആയിരിക്കും 6 എന്നുള്ള നമ്പറിൻ്റെ ബൈനറി ഫോം. നോക്കിക്കേ, കണ്ടോ? 6ലെ നമുക്ക് ഇനി തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണമെങ്കിൽ അതെങ്ങനെയാ? ഈ 1 1 0 എന്നുള്ളത് നമ്മൾ അതേ ഓർഡറിൽ താഴോട്ടെടുത്ത് എഴുതിക്കേ. 1 1 0 ഇങ്ങനെ തന്നെ നേരെ താഴോട്ട് എഴുതുക. ഇനി നോക്കിയേ, ഈ 0 ഇത് കണ്ടോ, 2 ഇങ്ങനെ നിങ്ങൾ നേരെ മുകളിലോട്ട് എഴുതിക്കോണം. 2 1 2 ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ. 0 × 2 എന്തായിരിക്കും? 0 തന്നെ. ഇനി നോക്കിയേ, 1 × 2 എന്താ? 2 ഈക്വൽ ടു 2. ഇനി ഇതുണ്ടോ, 1 × 2 എത്രയാ? 4. അപ്പോൾ അതാ ഈ കിട്ടിയ വാല്യൂസിനെ ആഡ് ചെയ്തേ. 4
പ്ലസ് 2 6. ഓക്കെ, കണ്ടോ, നമ്മൾ തിരിച്ച് ബൈനറി നമ്പറായ 110യെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായോ? ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ മുമ്പോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ. ദ ബൈനറി വാല്യൂ ഓഫ് ഡെസിമൽ നമ്പർ 65. നോക്കിയേ, ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 65നെ നമ്മൾ ബൈനറി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി എങ്ങനെയാണ്? നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ തന്നെ 65നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? 32 കിട്ടി. പക്ഷേ 32 കിട്ടി കഴിയുമ്പോഴത്തേക്ക് റിമൈൻഡർ എത്രയാ? 1. കാരണം 32 × 2 എന്ന് പറയുന്നത് 64 ആവുന്നുള്ളൂ. ഇവിടെ നമുക്ക് 65 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ 1 വന്നു. വീണ്ടും 32നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 16. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0. 16നെ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 8 കിട്ടി. റിമൈൻഡർ 0. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 4 കിട്ടും. റിമൈൻഡർ 0. 4/2 = 2. റിമൈൻഡർ 0. 2/2 = 1. റിമൈൻഡർ 0. ഇതാ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇത് നേരെ ഇവിടുന്ന് മുകളിലേക്ക് ഉള്ള ഡയറക്ഷനിൽ എടുത്ത് എഴുതുക. 1 0 0 0 0 0 1. ഇതായിരിക്കും 65ൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബൈനറി വാല്യൂ. ഇത് കറക്റ്റ് ആണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം? നമ്മൾ പറഞ്ഞില്ലേ, നേരെ ഈ നമ്പർ നേരെ താഴോട്ട് എഴുതിക്കുക. 1 0 0 0 0 0 1. ഇനി എങ്ങനെയാ? ഇൻറ്റു 2⁻0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? 2⁻1 ഇൻറ്റു 2² ഇൻറ്റു 2³ ഇൻറ്റു 2⁻4 ഇൻറ്റു 2⁻5 ഇൻറ്റു 2⁻6. നോക്കിയാൽ 0 വെച്ചുള്ള എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് 1 × 2⁻0 എത്രയായിരിക്കും? 2⁻0യുടെ വാല്യൂ എത്രയാണ്? 1. 1 × 1 = 1. ഇനി 2⁻6ൻ്റെ വാല്യൂ എത്രയാണ്? 2⁻5ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. 2⁻5 = 32. അത് കാണാതെ പഠിച്ചേക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ 2⁻6 എത്രയായിരിക്കും? 32 × 2 = 64. ഇനി ഇത് ആഡ് ചെയ്തേ. 64 + 1 എത്രയാണ്? 65. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണോ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡെസിമൽ ഈക്വലന്റ് ഓഫ് ബൈനറി നമ്പർ 110. ഇവിടെ 110 എന്നുള്ള ബൈനറി നമ്പറിന്റെ ഡെസിമൽ ഈക്വലന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ. 110 നേരെ താഴോട്ട് എടുത്ത് എഴുതി. പിന്നെ 0 × 2⁻0 2⁻1 2². നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് വന്നു? 0. ഇത് ക്യാൻസൽ ചെയ്യാം. പിന്നെ 1 × 2⁻1 2. 2² = 4. ഇനി നമുക്ക് തിരിച്ച് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 6/2 എത്ര വരും? 3. റിമൈൻഡർ 0. ഇനി 3/2 എത്ര വരും? 1. റിമൈൻഡർ 1. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 6 = 110. ഉണ്ടോ? അതായത് നമ്മൾ ചെക്ക് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 110 എന്ന് ഉള്ളത് 6 തന്നെയാണോ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ അല്ലെങ്കിൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അത് പഠിച്ചു വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ബൈനറി ഈക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 35. 35നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 17. റിമൈൻഡർ 1. അടുത്തത് 17/2 8. റിമൈൻഡർ 1. 8/2 4 0. 4/2 2 0. പിന്നെ 2/2 1 0. ഇതെല്ലാം ഇതിൻ്റെ തിരിച്ചുള്ള കൺവേർഷനും നോക്കിക്കോണം, ചെയ്ത് നോക്കണം തന്നെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 110 is the binary form of dash. അപ്പോൾ 110 ഉണ്ടോ? ഇത് നേരെ താഴോട്ട് എടുത്ത് എഴുതണം. 11010101. ഇനി ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻറ്റു 2⁻0 2⁻1 2⁻2 2⁻3 2⁻4 2⁻5. 0 ഉള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇങ്ങനെ എടുത്തെഴുതണം. 1 × 1 1 1 × 4 4 ഉണ്ടോ? 2⁻4 16 2⁻5 32. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. 53 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ 53. ഇനി ഇത് തിരിച്ച് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ അറിയാമല്ലോ അല്ലേ? 53/2 എന്ത് വരും? 2 26 വരും. റിമൈൻഡർ 1 വരും. പിന്നെ 13 റിമൈൻഡർ 0 2 × 6 റിമൈൻഡർ 1 2 × 3 റിമൈൻഡർ 0 2 × 1 റിമൈൻഡർ 1. എങ്ങനെ വരും? താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലോട്ട് എടുത്തെഴുതി കഴിയുമ്പോൾ എന്ത് വരും? 1 1 0 1 0 1. നോക്കിക്കേ, കണ്ടോ? നമുക്ക് കിട്ടിയ ആൻസർ തന്നെയല്ലേ ക്വസ്റ്റ്യനിലുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ ഡെസിമൽ നമ്പർ ഈക്വൽ ടു 111010? ഇതറിയാലോ അല്ലേ?
നേരത്തെ പോലെ തന്നെ നമ്മൾ നേരെ താഴോട്ടെടുത്ത് എഴുതുക. 2⁻0 മുതൽ മുകളിലേക്ക് എഴുതുക. 0 വരുന്നത് ക്യാൻസൽ ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 58 എന്ന് കിട്ടും. പിന്നെ ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ആണ് റോമൻ നമ്പർ സിസ്റ്റം. റോമൻ നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ 4 എന്ന് എങ്ങനെ എഴുതും? 4 ഇങ്ങനെ എഴുതാറുണ്ടല്ലേ. അതുപോലെ നമ്മൾ 5ലാണെങ്കിൽ 5 എന്ന് എഴുതും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കുറച്ച് ഡിജിറ്റ്സ് കൂടെ വരുന്നുണ്ട്. അതായത് മുഴുവനായിട്ട് 7 ഡിജിറ്റ്സ് ആണ് ഈ റോമൻ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? I, V, X, L, C, D, M. ഈ I, V, X ഇത്രയും നമുക്കറിയാം അല്ലേ. I എന്ന് പറയുമ്പോൾ സാധാരണ ഏതാ 1നെ റെപ്രസെൻറ്റ് ചെയ്യും. V എന്ന് പറയുമ്പോൾ 5നെ റെപ്രസെൻറ്റ് ചെയ്യും. X എന്ന് പറയുമ്പോൾ 10നെ റെപ്രസെൻറ്റ് ചെയ്യും. പക്ഷെ ഇത് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. ഇതും നമുക്ക് പഠിക്കണം. നോക്കിക്കേ, L എന്ന് പറഞ്ഞാൽ എന്താ? 50, C 100, D 500, M 1000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടോ. LCD-M. LCD മോണിറ്റർ എന്ന് ഓർത്താൽ മതി കേട്ടോ. LCD-M. L50, C100, D500, M is equal to 1000. ഇതാണ് റോമൻ നമ്പർ സിസ്റ്റത്തിലെ 7 ഡിജിറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കണം. അതായത് നമുക്കിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വരും. ഡെസിമലിനെ റോമൻ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചു വെക്കണം. എന്താ നോക്കി, ഫസ്റ്റ് നോക്കി, ഇത് നമുക്കറിയാവുന്ന 2 നമ്പർ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഈ 5ന്റെ ലെഫ്റ്റ് സൈഡിൽ 5നേക്കാൾ ചെറിയൊരു നമ്പർ അല്ലേ. ഇത് 1, ഇത് 5. അപ്പോൾ ഈ 5ന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ 1 ഇട്ടപ്പോഴത്തേക്കും ഇതിൻ്റെ അർത്ഥം എന്തായി? 5 - 1 അല്ലെങ്കിൽ 4 എന്നായി. അതായത് ഒരു സ്മോൾ നമ്പർ ഒരു ലാർജ് നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ആ വാല്യൂ എന്ന് പറയുന്നത് ഈ വലിയ നമ്പറിൽ നിന്നും ഈ ചെറിയ നമ്പർ കുറയ്ക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇതേതാ? 10 എന്നുള്ളതാണ് എക്സിന്റെ വാല്യൂ. ഇത് 1. ഈ എക്സിന്റെ സൈഡിൽ ഈ I അല്ലെങ്കിൽ 1 ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താ? വലിയ നമ്പറായ 10ൽ നിന്നും ഈ ചെറിയ നമ്പറായ 1 കുറയ്ക്കുന്നതായിരിക്കും ഇതിന്റെ വാല്യൂ. അതായത് 10 - 1 = 9. അത് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു റൂൾ ഉണ്ട്. ഇതെന്താ? ഇത് 11 അല്ലേ. നമ്മൾ 11ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? 11, 12. അതായത് ഈ വലിയ നമ്പറായ 10ന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെറിയ നമ്പറായ I ഇട്ടു. I എന്ന് പറഞ്ഞാൽ ഏതാ? 1. ഇതിന്റെ അർത്ഥം എന്താ? ഈ 10ന്റെ കൂടെ ഈ നമ്പർ ആഡ് ചെയ്യണം എന്നാ. അതായത് 10 + 1 = 11. അതായത് ഒരു ലാർജ് നമ്പറിന്റെ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ലാർജ് നമ്പറിന്റെ കൂടെ ആ സ്മോൾ നമ്പർ ആഡ് ചെയ്യണം എന്നായിരിക്കും. ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ, എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? 10. 10ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പം 12 വന്നു. അതുപോലെ തന്നെയാണ് 5 അല്ലേ വലിയ നമ്പർ. 5ന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ 1 ഇട്ടപ്പം 5 + 1 = 6 എന്ന് വാല്യൂ വന്നു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് സൈഡിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ലാർജ് നമ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊരു അതിനേക്കാൾ വാല്യൂ കുറവായിട്ടുള്ള ഒരു ഡിജിറ്റ് ആഡ് ചെയ്യുമ്പം മാക്സിമം നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളത് ആ 3 ഡിജിറ്റ്സ് ആയിരിക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് 4 ഡിജിറ്റ് നമ്മൾ ഒരിക്കലും ഈ ലാർജ് നമ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മാക്സിമം 1 ഡിജിറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇതെത്രയാ? 6, ഇത് 7, ഇത് 8. പക്ഷെ നമ്മൾ ഇപ്പം അവിടെ 3 എണ്ണായി. 9ന് നമ്മൾ ഈ 5 ഇട്ടിട്ട് ഇവിടെ 4 വരെ ഇട്ട് വെക്കുമോ? ഇല്ല, ഇത് തെറ്റാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 10 എന്ന് എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് ആഡ് ചെയ്തപ്പോൾ അത് നമുക്ക് 9 കിട്ടി. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ മാക്സിമം ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പം 8ന് നമ്മൾ 10 എന്നിട്ടിട്ട് ഈ സൈഡിൽ 1 ആഡ് ചെയ്താൽ ശരിയാകുമോ? ഇല്ല, ഇതും തെറ്റാ. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ തന്നെയാണ് ഇപ്പം ഈ 4 എന്ന് എഴുതുന്നതും. 4 എന്ന് എഴുതുമ്പോൾ നമ്മൾ 5ന്റെ സൈഡിൽ ഒരു ഡിജിറ്റ് ആഡ് ചെയ്ത് 4 എന്നാക്കി. 3 എന്ന് എഴുതുന്നതിന് നമ്മൾ 5ന്റെ സൈഡിൽ 2 ഡിജിറ്റ് ആഡ് ചെയ്ത് 5 - 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാണ്. ലെഫ്റ്റ് സൈഡിൽ മാക്സിമം ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണം. ഇനി നോക്കിയേ, നമ്മൾ ഏതെങ്കിലും ഒരു റോമൻ ഡിജിറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര, ചെറിയൊരു വര ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് മൾട്ടിപ്പിൾ ഓഫ് 1000 ആണെന്നാണ്. മൾട്ടിപ്പിൾ ഓഫ് 1000. എക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര ഇട്ടപ്പോൾ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ എന്താ? 10. 10 × 1000. അതുപോലെ 5ന്റെ മുകളിൽ ഒരു വര ഇട്ടു. അതിൻ്റെ അർത്ഥം എന്താ? 5 × 1000 = 5000.
എല്ലിൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മൾ പഠിച്ചു 50. അപ്പോൾ 50യുടെ മുകളിൽ വരെ ഇട്ടപ്പോൾ അതിൻ്റെ അർത്ഥം 50,000. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് സബ്ട്രാക്ട് ഓർ റിപ്പീറ്റ്, VLD. ഈ 3 നമ്പേഴ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഈ 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്യുകയില്ല. നോക്കിക്കേ, നമ്മൾ സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഇതെന്താ V എന്ന് വെച്ചാൽ 5. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് I, അതായത് 1 എന്നുള്ള ഈ I ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 - I = 4 എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അതേസമയം നമുക്ക് ഈ VLD എന്നുള്ള ഈ 3 ഡിജിറ്റ്സ് നമുക്ക് ഒരു നമ്പറിൻ്റെയും ലെഫ്റ്റ് സൈഡിലിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം 15 എഴുതണം. 15 നമുക്ക് 20 - 5 അങ്ങനെ എഴുതാൻ പറ്റുമോ? അതായത് 20യുടെ റോമൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ഇങ്ങനെ, ഈ XX ആയിരിക്കും 20. 20 - 5 എന്ന് പറയുമ്പോഴത്തേക്കും ഈ 20യുടെ ലെഫ്റ്റ് സൈഡിൽ 5 ഇട്ടാൽ 25 എന്നാകുമോ? ഇല്ല, ഇത് തെറ്റാണ്. 15 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10 + 5, അതായത് X + 5. ഇങ്ങനെയായിരിക്കും നമ്മൾ 15 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് തെറ്റാ. എന്തുകൊണ്ടാണ്? നമ്മുടെ റൂൾ അനുസരിച്ച് 5 എന്നുള്ള ഈ V ഒരു നമ്പറിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ വരാൻ പാടില്ല. അതായത് 5 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ LD, ഈ 3 ഡിജിറ്റ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനോ ഒരേ നമ്പറിൽ ഈ 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാനോ പാടില്ല. കണ്ടോ, ഒരേ നമ്പർ ആയിട്ടുള്ള 20 അല്ലെങ്കിൽ 30 ഇതിലൊക്കെ X എന്നുള്ള ഈ ഡിജിറ്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ ഒരിക്കലും VLD എന്നുള്ള ഈ 3 ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സ് ഏതൊക്കെയാ? 5, 50, 500 എന്നുള്ള ഈ 3 നമ്പേഴ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാറില്ല. എക്സാമ്പിൾ നോക്കിയേ, 45. 45 എന്നുള്ള നമ്പർ നമ്മൾ എങ്ങനെ എഴുതാം? 50 - 5 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? 50L. 5 എങ്ങനെ വരും? 5. പക്ഷെ ഇങ്ങനെ എഴുതിയത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. കാരണം എന്താ? ഈ 5 എന്നുള്ള വാല്യൂ ഒരിക്കലും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു വാല്യൂവാണ്. അപ്പോൾ നമ്മൾ ഈ 45നെ എങ്ങനെ എഴുതണം? 40 + 5 എന്ന് എഴുതണം. 40 എങ്ങനെ എഴുതാം? 40 നമുക്ക് കണ്ടോ, L എന്ന് പറഞ്ഞാൽ ഏതാ? 50. 50യുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 10 ഇട്ടു. 50യുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 10 ഇട്ടപ്പോഴത്തേക്ക് എന്ത് വന്നു? 50 - 10 = 40 എന്ന് വന്നു, പ്ലസ് 5. അപ്പോൾ എങ്ങനെ എഴുതണം? =XLV. XLV എന്ന് വരും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ 45ൻ്റെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ്, I can be subtracted only from V and X. അതായത് 1 എന്ന് പറയുന്ന I, ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആകെ 2 നമ്പേഴ്സേ ഉള്ളൂ. അത് Vയും Xും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതുണ്ട് 49 എന്നുള്ളൊരു നമ്പർ ഉണ്ട്. അത് നമുക്ക് 50 - 1 എന്ന് എഴുതി നോക്കാം. 50 - 1 ആണെങ്കിൽ 50യുടെ വാല്യൂ എന്താ? L. -1 - I. അപ്പോൾ ഈ Lൽ നിന്നും I മൈനസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, വലിയ ലാർജ് നമ്പർ ആയിട്ടുള്ള Lൻ്റെ ലെഫ്റ്റ് സൈഡിൽ I എഴുതിയാൽ മതി. പക്ഷേ നമ്മുടെ റൂൾ അനുസരിച്ച് 5ൻ്റെയും അതായത് Vയുടെയും Xൻ്റെയും ലെഫ്റ്റ് സൈഡിൽ മാത്രമേ I വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 എന്നുള്ള ഈ 2 നമ്പറിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ I സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ 49 എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാം? 40 + 9 എന്ന് എഴുതാം അല്ലേ? 40 എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ കണ്ടിരുന്നു 50 - 10 40 വരും, പ്ലസ് എന്തെഴുതണം? 9. 9ൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതാണ് X എന്നുള്ളതാണ് 9ൻ്റെ വാല്യൂ. കണ്ടോ, I എന്നുള്ളത് നമുക്ക് Xൻ്റെ സൈഡിൽ, അതായത് Xൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ നമ്മുടെ റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ XLIX എന്നുള്ളതായിരിക്കും 49ൻ്റെ കറക്റ്റ് വാല്യൂ. ഇനി അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആണ് X എന്താ? 10. X can be subtracted only from L and C. L and Cയിൽ നിന്നും മാത്രമേ നമുക്ക് X എന്ന് പറയുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Lൻ്റെയും Cയുടെയും ലെഫ്റ്റ് സൈഡിൽ മാത്രമേ X വരാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, 490 എന്നുള്ളൊരു ഡെസിമൽ നമ്പർ. ഇതിനെ നമുക്ക് റോമൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെ എഴുതാൻ നോക്കാം? 490 നമുക്ക് അടുത്തിടുന്ന ഒരു നമ്പർ അറിയാം, 500. 500 - 10 നമുക്ക് എഴുതാമല്ലോ. 500 - 10 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 500 = എന്ത്? D. ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ 10 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 500 - 10 = 490 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, തെറ്റാ. കാരണം നമ്മളിവിടെ റൂള് തെറ്റിച്ചു. എന്താ? X എന്ന് പറയുന്നത് നമുക്ക് ഡിയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. Lൽ നിന്നും Cയിൽ നിന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് 490 വേറെ രീതി കൺവേർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാ? 490 നമുക്ക് ആദ്യമേ 400 ആക്കാം, പ്ലസ് 90 ആക്കാം. അപ്പോൾ 400 പ്ലസ് 90. 400 നമുക്ക് എങ്ങനെ എഴുതാം? 400നെ നമുക്ക് 500 മൈനസ് 100 എന്ന് എഴുതാം. 500 മൈനസ് 100 എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 500 ഈസ് ഈക്വൽ ടു ഡി, 100 എന്തായിരിക്കും? സി. പിന്നെ 90 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 10 എന്ന് എഴുതാം. അതായത് 100 ഈസ് ഈക്വൽ ടു സി, സി മൈനസ് 10 എന്ന് എഴുതാം. ഇനി ഈ ഡി മൈനസ് സി, ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എന്ന് പറയുന്നത് വലിയ ലാർജ് നമ്പർ ആയതുകൊണ്ട് സിയെ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഡി എന്ന് എഴുതണം. ഇനി എക്സ് എന്നുള്ളത് നമ്മൾ സിയുടെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. നമ്മളിപ്പോൾ പഠിച്ച റൂൾ പ്രകാരം നമുക്ക് എക്സിനെ നമുക്ക് എല്ലിൻ്റെയും സിയുടെയും ലെഫ്റ്റ് സൈഡിൽ ഇടാം. അപ്പോൾ ഇത് കറക്റ്റാണ്. എക്സ് സി എന്ന് എഴുതിയാൽ നമുക്കപ്പോൾ എന്ത് കിട്ടും? 90 കിട്ടും. ഇവിടെ സി ഡി എന്ന് എഴുതിയാൽ നമുക്ക് 400 കിട്ടും. ഈ 400 പ്ലസ് എക്സ് സിയെ നമുക്ക് എങ്ങനെ എഴുതാം? ലാർജ് നമ്പർ ആയിട്ടുള്ള 400 സി ഡി, ഇത് റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ എഴുതണം എന്നാണ്. അപ്പം സി ഡി എക്സ് സി എന്നായിരിക്കും നമ്മുടെ 490 എന്നുള്ളതിൻ്റെ റോമൻ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ നേരത്തെ പഠിച്ച ഒരു റൂൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വി എൽ ഡി, ഈ 3 നമ്പേഴ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല, റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ള റൂൾ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വിയോ എല്ലോ ഡിയോ നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടില്ല. നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് സിയും എക്സും മാത്രമേ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച എല്ലാ പോയിന്റ്സും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് റോമൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ നിങ്ങൾ തെറ്റായിട്ട് വരുന്ന ഫോം കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ റൂൾ എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെറ്റായിട്ടുള്ള ഫോമും കൂടെ എഴുതി കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വേറെ കുറച്ച് നമ്പേഴ്സിൻ്റെ കൺവേർഷനും കൂടെ നോക്കാം. 17 എന്നുള്ള ഡെസിമൽ നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 + 7 എഴുതാം. നമ്മുടെ റൂളൊന്നും തെറ്റുന്നില്ലല്ലോ. റൂളെല്ലാം മനസ്സിൽ വേണം. അതനുസരിച്ചാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം കൺവേർഷൻ നടത്താൻ. 17 10 + 7, അപ്പോൾ എന്ത് വരും? 10 + 7, അതായത് ഇങ്ങനെ വരും റോമൻ നമ്പറിൽ. അതുപോലെ 25ന് നമുക്ക് 20 + 5 എന്ന് എഴുതാം. 20 + 5. 95ന് 90 + 5 എന്ന് എഴുതാം. 90 നമുക്ക് എത്ര? 100 മൈനസ് 10 എന്നാക്കണം. 90, ഇതാണ് 90 എന്നുള്ള നമ്പർ, +5 എന്ന് വരുമ്പോഴത്തേക്കും ഇത് 95 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റോമൻ നമ്പർ ഈക്വൽ ടു 69. ഇവിടെ നമുക്കൊന്ന് നോക്കാം. 69 നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം അല്ലേ? 69 നമുക്കറിയാം, 69ൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പർ 70 ആണ്. ഇങ്ങനെ നമുക്ക് 70 - 1 എന്നൊന്ന് എഴുതി നോക്കിയാലോ? 70 എങ്ങനെ വരും? 50 + 20. എങ്ങനെയാണ് 70യുടെ വാല്യൂ? 50 + 20 LXX എന്ന് വരും. ഇനി -1 എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ഐ ഇടണം. ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ഐ ഇട്ട് കഴിഞ്ഞാൽ വാല്യൂ കറക്റ്റ് ആകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ഒരു റൂള് പഠിച്ചിരുന്നു. ഈ ഐ എന്നുള്ളത് ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഓൺലി ഫ്രം വി ആൻഡ് എക്സ് അല്ലേ? ഇങ്ങനെ ഒരു റൂള് നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഐ എല്ലിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ട് ഇടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇത് തെറ്റാണ്, നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം? ഈ 69 നമുക്ക് 50 + 19 എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ 50 + 19 എങ്ങനെ എഴുതാം? 10 + 9. 50യുടെ വാല്യൂ നമുക്കറിയാം, എന്താ? L. 10ൻ്റെ വാല്യൂ നമുക്കറിയാം, 10 ഇതാണ് 10. പിന്നെ 9ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ ഇതായിരിക്കും 19 എന്നുള്ള വാല്യൂ, ഇത് 50. അപ്പോൾ 50 + 19 എന്ന് പറയുമ്പോഴത്തേക്കും LXIX എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഈ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് എന്താണ്, കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി വെച്ചേക്കണം. കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ അങ്ങ് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The decimal number 94 expressed in Roman number system as 94 is equal to 90 + 4. ഇപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള എന്തെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇതിനൊരിക്കലും 100 - 6 എന്ന് എഴുതരുത്, അത് തെറ്റാണ്. 90 + 4 എന്നാണ് എഴുതാൻ. അത് എന്തുകൊണ്ടാണ് തെറ്റായതെന്ന് ഞാൻ ഇത്രയും നേരം പല ക്വസ്റ്റ്യൻസിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുറച്ച് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ട് ആ റൂൾസ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 100 - 6 എന്ന് എഴുതാൻ പറ്റാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസിൽ അത് പറഞ്ഞു കഴിഞ്ഞു. തെറ്റ് എങ്ങനെയാകാമെന്ന് നമ്മൾ കുറേ ചെയ്തു. ഇനി നമുക്ക് ശരി മാത്രം ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ 90 + 4 = എങ്ങനെ എഴുതണം? 90 നമുക്ക് എങ്ങനെ എഴുതാം? 100 - 10, അതായത് XC + 4 94. ഇനി ഡെസിമൽ വാല്യൂ ഓഫ് LXXX111. ഈ ഡെസിമൽ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം. ലാർജസ്റ്റ് നമ്പർ ഏതാ?
L അല്ലേ? എല്ലിൻ്റെ വാല്യൂ എന്താ? 50. L ആണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ലാർജസ്റ്റ് നമ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്മോൾ നമ്പർ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ലാർജസ്റ്റ് നമ്പർ പ്ലസ് സ്മോൾ നമ്പർ എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L പ്ലസ് XXX പ്ലസ് 111. അങ്ങനെയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു 50, XXX ഈക്വൽ ടു 30, ഇത് I 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 50 പ്ലസ് 30 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 83. മനസ്സിലായില്ലേ? അങ്ങനെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെസിമൽ വാല്യൂ ഓഫ് CXI5. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നോക്കേണ്ട ഏതാ? ലാർജസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കണം. ഏറ്റവും വലിയ വാല്യൂ ഏതാ? സിയുടെ വാല്യൂ എന്താ നമുക്കറിയാമല്ലേ? 100. അടുത്ത വാല്യൂ ഏതാ? X. പിന്നെ അടുത്ത വാല്യൂ 4 എന്ന് പറഞ്ഞാൽ ഈ IV എന്നിട്ടിരിക്കുന്നത് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ എങ്ങനെയാണ് നമുക്ക് എഴുതാം? 100 പ്ലസ് 10 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 114. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമ്പർ സിസ്റ്റമാണ് ഇന്റർനാഷണൽ നമ്പർ സിസ്റ്റം. ഓക്കെ, 10⁻³ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം K. നമ്മളൊക്കെ അറിയാലോ 10K എന്ന് പറഞ്ഞാൽ എന്താ? 10,000. അതായത് ഈ K എന്ന് പറഞ്ഞാൽ എന്താ? 1000. അങ്ങനെയാണെങ്കിൽ ഇതോ 10⁻6 എന്ന് പറഞ്ഞാൽ എന്താ? മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 10 ലക്ഷം. 10 ലക്ഷമാണ് മില്യൺ. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം അല്ലേ? പിന്നെ 10⁻9 എന്ന് പറഞ്ഞാൽ എന്താ? ബില്യൺ. 10⁻12 ആണെങ്കിലോ ട്രില്യൺ. ഈ 10⁻15 ക്വാഡ്രില്യൺ. 10⁻18 ക്വിൻറ്റില്യൺ. കേട്ടോ? അപ്പോൾ ഇത്രയും കുറച്ചൊക്കെ ആദ്യത്തെ ഇത്രയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് 3 സീറോസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? 10⁻³ എന്ത്? K എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് 1000നെ K എന്ന് റെപ്രസെന്റ് ചെയ്യും. 10⁻6നെ നമ്മൾ മില്യൺ, അതായത് 10 ലക്ഷം. 10⁻9 അതായത് 3 പൂജ്യം കൂട്ടി നമ്മൾ പോവുക. 10⁻12 ആണെങ്കിൽ ട്രില്യൺ. അടുത്ത 3 പൂജ്യം 10⁻15 ക്വാഡ്രില്യൺ. 10⁻18 ക്വിൻറ്റില്യൺ. ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇത് കണ്ടോ? 10⁻100 അതായത് 100 പൂജ്യം വരുന്ന ഒരു നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 10⁻100 നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. ഇനി നോക്കി നമുക്ക് ഈ ഇന്റർനാഷണൽ നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് നമ്മുടെ ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ദ ഡെസിമൽ വാല്യൂ ഓഫ് 3 മില്യൺ. മില്യൺ എന്താ നമ്മൾ പഠിച്ചു? മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6 ആണെന്ന് പഠിച്ചു അല്ലേ? 10⁻6 എന്ന് പറയുമ്പോൾ 10 ലക്ഷമാണ്. അതായത് മില്യൺ 10 ലക്ഷമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് മില്യൺ എന്നുള്ളതിനെ 10 lakh എന്ന് എഴുതാം. പിന്നെ 3 ഇൻറ്റു 10 lakh എന്ന് വരും? 30 lakhs. അപ്പോൾ 3 മില്യണിലെ നമ്മുടെ ഡെസിമൽ വാല്യൂ എത്രയായിരിക്കും? 30 lakhs എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇന്റർനാഷണൽ നമ്പർ വാല്യൂ ഓഫ് 5 lakhs. അപ്പം 5 ലക്ഷത്തിൻ്റെ ഇന്റർനാഷണൽ വാല്യൂ ആണ് നമുക്ക് എഴുതേണ്ടത്. അങ്ങനെയായിരിക്കും 5 lakhs. 5 lakhsന് നമുക്ക് എത്ര പൂജ്യം വരും? 1 ലക്ഷത്തിൻ്റെ അകത്ത് എത്ര പൂജ്യം വരും? 5 പൂജ്യം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് K എന്നുള്ളത് 3 പൂജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ബാക്കി 2 പൂജ്യത്തിന് നമ്മൾ 100 എന്ന് എഴുതാം അല്ലേ? അതായത് 5 ലക്ഷം എന്ന് പറയുമ്പോൾ എന്താ? 5 ഇൻറ്റു 1 ലക്ഷം അല്ലേ? പക്ഷേ ഈ 3 പൂജ്യത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? K എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 100K എന്ന് എഴുതാലോ? ഈസ് ഈക്വൽ ടു 500K. ഇങ്ങനെയാണ് നമ്മുടെ ഡെസിമൽ വാല്യൂ ആയ 5 lakhsനെ നമുക്ക് ഈ ഇന്റർനാഷണൽ നമ്പർ വാല്യൂ ആയ 500Kയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡെസിമൽ വാല്യൂ ഓഫ് 425K. ഇത് സിമ്പിൾ അല്ലേ? 425K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം K എന്ന് പറഞ്ഞാൽ 10⁻3 അതായത് 3 പൂജ്യം ചേർത്താൽ മതി. അപ്പം 4,25,000 എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് 4.25 ലക്ഷം എഴുതാലോ? അപ്പോൾ നമുക്ക് കിട്ടി 425K ഈസ് ഈക്വൽ ടു 4.25 lakhs. നമ്പർ ഓഫ് സീറോസ് ഇൻ എ ഗൂഗിൾ നമ്മൾ പഠിച്ചു. എന്താ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻100. 10⁻100 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര സീറോസ് വരുമെന്ന് അതിൻ്റെ അർത്ഥം? 100 സീറോസ്. 100 സീറോസ് വരുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഗൂഗിൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഗൂഗിൾ. ഉണ്ടോ? സീറോസ് ചോദിച്ചപ്പോൾ നമ്മൾ 100 എഴുതി. എങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 100 സീറോ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ സീറോയുടെ ഇപ്പുറത്തൊരു 1 ഇല്ലേ അല്ലേ? അതായത് 10⁻100 ആണല്ലോ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ഈ 100 പൂജ്യത്തിൻ്റെ കൂടെ ഈ ഒരു 1ഉം കൂടെ കൂട്ടിയാലല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും? 101. ഇതായിരിക്കും നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഗൂഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ 100ഉം തരും
101 എന്നുള്ള ഓപ്ഷനും തരും. ഈ 2 ഓപ്ഷനും എന്തായാലും നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസിൽ കാണും. അപ്പോൾ ഇത് മാറിപ്പോകരുത്. നമ്പർ ഓഫ് സീറോസ് ഇൻ ഗൂഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഗൂഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101 കേട്ടോ. അപ്പോൾ നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ ഇവിടെ തീർന്നു. ഇതിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ നോക്കി അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളിത് മറന്നു പോകാതിരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇതേ ടോപ്പിക്ക്, അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ പാർട്ട് 3, അതായത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ടോപ്പിക്ക് നമുക്ക് നാളെ നോക്കാം കേട്ടോ. താങ്ക് യു.